പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതം നിധി പറയുന്നത് കേൾക്കാതെ നിധിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നിധി സ്വന്തം വീട്ടിലേക്ക് അമ്മയെ കാണാൻ വേണ്ടി വന്നത് എന്തിനാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും ഗൗതം അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഗൗതം തെറ്റിദ്ധരിക്കുന്നത് ശിവാനിയെയും ശിവാനിയുടെ അച്ഛനെയും കണ്ട് പ്രണവിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിധി വന്നിട്ടുള്ളത്. പ്രണവിനെയും ശിവാനിയെയും വീണ്ടും ഒന്നിപ്പിക്കാനാണ് നിധി, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വീട്ടിലേക്ക് വന്നത് എന്നുള്ള തെറ്റിദ്ധാരണയോട് കൂടിയിട്ടാണ് ഗൗതം നിധിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നിധി ഗൗതമിനോട് പറയണേ, ഗൗതം വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഗൗതം എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു തെറ്റിദ്ധാരണയുമില്ല, നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, നീ ഇപ്പോൾ ഇവിടേക്ക് വന്ന് ശിവാനിയോട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി എന്തിനാണ് ശിവാനിയോട് സംസാരിച്ചത് എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ നിധി പെട്ടെന്ന് പതറുകയാണ്. എന്നിട്ട് നിധി പറയണ, ഞാൻ സംസാരിച്ചു, പക്ഷേ ഗൗതം ഞാൻ എന്താണ് ശിവാനിയോട് സംസാരിച്ചത് എന്നുള്ളത് കേൾക്കണം എന്ന് പറയുമ്പോൾ വേണ്ട, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ട, നീ സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളത് നീ പറഞ്ഞു, ഞാനിപ്പോൾ സംസാരിച്ചു എന്ന് നീ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ നിന്നോട് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു, നീ പ്രണവിനെക്കുറിച്ച് നിന്റെ അമ്മാവനോട് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സംസാരിച്ചു, അതും ഞാൻ എന്താണ് സംസാരിച്ചത് എന്നുള്ളത് ഗൗതം കേൾക്കണം എന്ന് പറയുമ്പോൾ ഇല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും കേൾക്കണ്ട, നീ നിന്റെ അമ്മാവനോടും ശിവാനിയോടും സംസാരിച്ചു, അത് മാത്രമാണ് എനിക്ക് അറിയേണ്ടത്, അത് നീ സമ്മതിക്കുകയും ചെയ്തു. നിനക്കിപ്പോൾ ഏറ്റവും വലുത് നിന്റെ അമ്മാവൻ്റെ മോളുടെ ജീവിതമാണ്, അല്ലാതെ പ്രണവിൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല നീ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിധി, നമ്മുടെ പ്രണവ് അത്രയ്ക്ക് പാവമാണ്, അവൻ്റെ മനസ്സ് നിഷ്കളങ്കമാണ്. പക്ഷേ ശിവാനിയുടെ മനസ്സ് അങ്ങനെയല്ല, അവൾ അത്രയ്ക്ക് ദുഷ്ടയാണ്. നിനക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതല്ലേ, എന്നിട്ട് പോലും നീ അതിനൊക്കെ കുറിച്ചൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിധി, ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, എന്നോട് പറയാതെ ഞാൻ ഒരു കാര്യവും ചെയ്യാറുമില്ല. പക്ഷേ നീ അങ്ങനെയല്ല ചെയ്യുന്നത്, നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോന്ന് കാണിക്കുന്നത്. എന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ എപ്പോഴും അഭിമാനിക്കാറുണ്ട്, പക്ഷേ നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ തെറ്റ് തന്നെയാണ്. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ പ്രണവിൻ്റെ ജീവിതം തന്നെയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. പക്ഷേ നീ ഇപ്പോൾ എന്നെ എതിർത്തിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. പിന്നെ നീ ഇപ്പോൾ ചെയ്യുന്നത്, നീ ഇപ്പോഴും പ്രണവിനെയും ശിവാനിയും ഒന്നിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. ശിവാനി ചെയ്ത ദ്രോഹത്തിന് നീ മറ്റൊരു വീട്ടിലെ നിന്റെ അമ്മാവൻ്റെ മകളല്ല, മറ്റൊരു പെൺകുട്ടിയാണ് ഇതൊക്കെ ചെയ്തത് എങ്കിൽ നീ അവളോട് ക്ഷമിക്കില്ലല്ലോ. ഇതിപ്പോൾ നിന്റെ അമ്മാവൻ്റെ മകൾ ശിവാനി ആയതുകൊണ്ടല്ലേ നീ വീണ്ടും പ്രണവിനെയും ശിവാനിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിധി പറയണ, അല്ല ഗൗതം, ഞാൻ ഒരിക്കലും അതിനൊന്നും കൂട്ടു നിൽക്കില്ല. കാരണം മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും അവളുടെ ജീവിതത്തിൽ നിന്നും അവളുടെ ഭർത്താവിനെ അകറ്റി അവളുടെ താലിഭാഗ്യം ഇല്ലാതാക്കുന്നത് അത് ശരിയായ കാര്യമല്ല. അങ്ങനെ ചെയ്താൽ പിന്നെ ശിവാനിയുടെ ജീവിതം എന്താകുമെന്നെന്താ ഗൗതം ചിന്തിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ശരി, അപ്പോൾ നീ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണല്ലേ ഇവിടേക്ക് വന്നത്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നീ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. അല്ല ഗൗതം, ഞാൻ എന്താ പറയുന്നത് ഗൗതം മനസ്സിലാക്കാത്തത്, അപ്പോൾ ഗൗതമിന് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയണ, ഇല്ല, ഇക്കാര്യത്തിൽ നിന്നെ എനിക്ക് വിശ്വാസമില്ല. ഗൗതം ദേഷ്യത്തിൽ കാറിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് നിധിയോട് പറയണേ, നീ കാറിൽ കയറുന്നുണ്ടോ നിധി എന്ന് ചോദിക്കുമ്പോൾ നിധിയും നല്ല വാശിയിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗൗതം വീണ്ടും കാറിൽ നിന്നും ഇറങ്ങിയിട്ട്, വാ നിധി, കാറിനേക്ക് കയറുന്നുണ്ടോ നീ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നിധി അത് കേൾക്കാതെ മിണ്ടാതെ വാശി പിടിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം നിധിയുടെ കൈ പിടിച്ച്, വാ കാറിനകത്തേക്ക് കയറ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ കാറിൻ്റെ ഡോറ് തുറന്നതോടുകൂടി നിധി ആ കാറിലെ ഡോർ അങ്ങ് അടക്കുകയാണ് കേട്ടോ. എന്താ നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴും നിധി ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം പറയണേ, നിധി കാറിലേക്ക് കയറുന്നുണ്ടോ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ വെറുതെ വാശി പിടിക്കുന്നത് ശിവാനിക്ക് വേണ്ടിയിട്ടാണ്. ശിവാനിയുടെ വിഷം എന്താണെന്നുള്ളത് നിനക്കറിയുന്നതല്ലേ, എന്നെയും നിന്നെയും പിരിക്കാൻ വേണ്ടി ശിവാനി എന്തെല്ലാം ചെയ്തതാണ്, ആ ശിവാനിക്ക് വേണ്ടിയിട്ടാണ് നീ വെറുതെ വാശി പിടിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും ശിവാനി വന്നാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നിനക്ക് തന്നെ നല്ലതുപോലെ അറിയാവുന്നതല്ലേ, നമ്മുടെ വീട് തന്നെ അവൾ തകർത്ത് കളയും. അതുകൊണ്ട് നീ ഒന്ന് ചിന്തിച്ചോ, നീ വീണ്ടും അവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ നാശത്തിനായിരിക്കും എന്നുള്ളത് നീ ഓർത്തോ. നീ എന്ത് തന്നെ പ്ലാൻ ചെയ്താലും ശരി, ഒരിക്കലും നിന്റെ ഈ കാര്യം നടക്കാൻ പോകുന്നില്ല. പ്രണവിൻ്റെ രണ്ടാമത്തെ വിവാഹം ഞാൻ തന്നെ നടത്തും. അതിനു വേണ്ടിയിട്ട് നീയും നിന്റെ അമ്മാവനും ശിവാനിയും കൂടി എന്ത് വേണമെങ്കിലും സംസാരിച്ചോ, എനിക്കതൊന്നും ഒരു വിഷയവുമില്ല. നീ ഇപ്പോൾ എൻ്റെ
എൻ്റെ കൂടെ വരുന്നില്ല എന്നല്ലേ നിന്റെ തീരുമാനം? എങ്കിൽ ഞാൻ പോവുകയാണ്. നീ നിന്റെ അമ്മാവനോടും ശിവാനിയോടും പോയി സംസാരിച്ച് പ്രണവിൻ്റെ രണ്ടാമത്തെ വിവാഹം എങ്ങനെ മുടക്കാം എന്നുള്ളത് നീ പ്ലാൻ ചെയ്തോ. പക്ഷേ എന്ത് തന്നെ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ പ്രണവിൻ്റെ രണ്ടാമത്തെ വിവാഹം നടന്നിരിക്കും. അത് ദൈവം വിചാരിച്ചാൽ പോലും ഇനി മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ദേഷ്യത്തിൽ കാറെടുത്തോണ്ട് പോവാണ്. അപ്പോഴൊക്കെ നിധിയും ദേഷ്യത്തിൽ ഒരക്ഷരം പോലും മിണ്ടാതെ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ്. ഗൗതം പോയി കഴിഞ്ഞ ശേഷം നിധിയും ദേഷ്യത്തിൽ ഇങ്ങനെ വാശിയിൽ തന്നെ നടന്നുകൊണ്ട് പോവാണ്. ഈ സമയം ശിവാനിയെയും കാത്ത് CKC വരികയാണ്. CKCക്ക് ശിവാനി ഫോൺ വിളിച്ച് ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞ പ്രകാരമാണ് CKC അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ശിവാനി അവിടേക്ക് വരികയാണ്. എന്നിട്ട് CKC ചോദിക്കുകയാണ്, എന്താണ് ശിവാനി എന്നെ പെട്ടെന്ന് കാണണമെന്ന് നീ പറഞ്ഞത്? അങ്കിൾ, എനിക്കൊരു അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പൈസ വേണം, എൻ്റെ ചെലവിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ CKC അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. എന്ത്, ഇത്രയും വലിയ പണക്കാരൻ്റെ ഭാര്യയായ നിനക്കെന്തിനാ ഞാൻ ചെലവിന് പൈസ തരുന്നത്? എന്താ നീ തമാശ പറയുകയാണോ? അല്ല അങ്കിൾ, ഞാൻ തമാശ പറയല്ല. പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നെ ഇറക്കി വിട്ടു. ഇപ്പോൾ ഞാൻ വെറും ഒരു സീറോ ആണ്. എന്താ ശിവാനി ഉണ്ടായത്? എന്താ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ശിവാനി നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയാണ്. നിധി കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. നിധിയാണ് എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്തത് എന്ന് പറഞ്ഞ് വിശദമായിട്ട് CKCയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ CKC പറയുന്നത്, അത് ശരി, ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നോ? അപ്പോൾ നിനക്കും ആ വീട്ടിലുള്ളവർക്കും ആ സ്വത്തിലും ഒന്നും നിനക്ക് ഒരു അവകാശവും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അങ്കിൾ, എനിക്ക് ഒരു അവകാശവുമില്ല. എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടാനാണ് അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ ആ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇതിനൊക്കെ കാരണക്കാരി ആ നിധിയാണ്. എൻ്റെ സ്വന്തം വീട്ടിലും എനിക്ക് ഒരു വിലയും നിലയുമില്ല. എൻ്റെ അച്ഛൻ എന്നെ ഇത്രയും ദിവസം റൂമിലിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. ഒക്കെ കേട്ടപ്പോൾ CKCയുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് ചാടാൻ പോവാണ്. അപ്പോൾ CKC ചോദിക്കാൻ, അത് ശരി, അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് ഇപ്പോൾ എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്? എന്തിനാണ് നീ എന്നോട് പൈസ ചോദിക്കുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. നിന്റെ പ്ലാൻ ഇനി എന്താണ്? ഞാൻ ഇത്രയും ദിവസം ഒരു പണക്കാരിയായിട്ടാണ് ജീവിച്ചത്. നിധിയെ വരച്ച വരയിൽ നിർത്താനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത്. നിധിയാണെങ്കിലോ ഇപ്പോഴും പണക്കാരിയായിട്ടാണ് ജീവിക്കുന്നത്. അതെനിക്ക് ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ എന്നോട് ഈ ചെയ്യുന്നതെല്ലാം പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ്. അതുകൊണ്ട് അവൾക്ക് തിരിച്ചടി കൊടുക്കണമെങ്കിൽ എനിക്കും അതുപോലെ പണം വേണം. അപ്പോൾ അവളെയും ഞാൻ ആ പണം വെച്ച് തന്നെ തിരിച്ചടിക്കും. അതിന് എനിക്ക് ഒരുപാട് പണം വേണം. അപ്പോൾ ആ പണം വെച്ച് എനിക്കൊരു ബിസിനസ്സും തുടങ്ങണം. അതിനുള്ള പണമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് അങ്കിൾ ഒരു 2 കോടി രൂപ തരണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി CKC അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. ശിവാനി ചോദിക്കുകയാണ്, എന്താ അങ്കിൾ ഇങ്ങനെ ചിരിക്കുന്നത്? എന്താ അങ്കിൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ശിവാനി, നിനക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞാൻ നിനക്ക് 2 കോടി രൂപ തരണമെന്നോ? ഇത് കേട്ടിട്ട് നല്ല തമാശയായിട്ടാണ് തോന്നുന്നത്. ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ നിനക്ക് 2 കോടി രൂപ തരേണ്ടത്? അതെന്താ അങ്കിൾ അങ്ങനെ പറയുന്നത്? അല്ലാതെ പിന്നെ ശിവാനി, ഇതുവരെ നിനക്ക് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. നിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പണക്കാരൻ്റെ ഒരു പദവി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിനക്ക് ഒന്നുമില്ല. നീ തന്നെയല്ലേ പറഞ്ഞത് നീ ഇപ്പോൾ വലിയൊരു സീറോ ആണെന്ന്? എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ അങ്കിളിന് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ കാര്യമൊന്നും നീ പറയേണ്ട ശിവാനി. കാരണം എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ നീ ഇതുവരെയും നിന്റെ ഗർഭനാടകം എന്നോട് പറയാതിരുന്നത്. നിന്റെ കള്ളഗർഭം ഞാനല്ലേ കണ്ടുപിടിച്ചത്. ശിവാനി, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഗൗതമിനെയും നിധിയെയും തകർക്കാൻ വേണ്ടി ബിസിനസ്സിൽ ഞാൻ തന്നെ ഇപ്പോഴും നമ്പർ 1 ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ആ വീട്ടിൽ നിന്നും ഒരു കരുവായി ഉപയോഗിച്ചത്. ഇപ്പം നീ ഒന്നുമില്ലാത്തവളായില്ലേ. ഇപ്പോൾ നിന്നെ കൊണ്ട് ഒരു ഉപയോഗവും എനിക്കില്ല. ഗൗതമിനെയും നിധിയെയും തകർക്കാൻ ഇനി നിന്നെ കൊണ്ട് ഒന്നും കഴിയില്ല. അപ്പം പിന്നെ ഞാൻ എന്തിനാ നിനക്ക് ഞാൻ പൈസ തരുന്നത്? കേട്ടപ്പോൾ ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്കിളല്ലേ എന്നോട് എപ്പോഴും പറയാറ് എൻ്റെ മകളായിട്ടാണ് നിന്നെ കാണുന്നത് എന്നൊക്കെ. എന്നിട്ടെന്താ അങ്കിൾ ഇപ്പോൾ ഇങ്ങനെ മാറ്റി സംസാരിക്കുന്നത്? എൻ്റെയും പ്രണവിൻ്റെയും വിവാഹം നടത്തി തന്നത് പോലും അങ്കിളല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ നീ പറഞ്ഞത് ശരി തന്നെയാണ്. നിൻ്റെയും പ്രണവിൻ്റെയും വിവാഹമൊക്കെ ഞാൻ നടത്തി തന്നു. നിനക്ക് നല്ലൊരു ജീവിതമാണ് ഞാൻ വെച്ച് നീട്ടിയത്. എന്നിട്ട് അതുപോലും നിനക്ക് നല്ലതുപോലെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ നിനക്ക് ഞാൻ എന്തിൻ്റെ പേരിലാണ് 2 കോടി രൂപ തരുന്നത്? അങ്കിൾ അങ്ങനെ പറയരുത്. എന്നെ കൈവിട്ട് കളയരുത്. അങ്കിളിന് വേണ്ടി ഞാൻ നിധിയുടെയും ഗൗതമിൻ്റെയും എല്ലാ കാര്യത്തിനും വേണ്ടി അങ്കിളിനെ ഞാൻ സഹായിച്ചതല്ലേ. അതിനെക്കുറിച്ചൊന്ന് ഓർത്തിട്ടെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അന്ന് നിന്നെ കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ടെങ്കിൽ ഇന്ന് നിന്നെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. നീ ഇപ്പോൾ വെറും ഒരു കറിവേപ്പിലയാണ്. ഇനി ഞാനും നീയും ഒരു ബന്ധവുമില്ല. നിനക്ക് നിന്റെ പണി, എനിക്ക് എൻ്റെ പണി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് CKC പോകുന്ന സമയത്ത് പെട്ടെന്ന് ശിവാനി അങ്ങ് തടയുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, അങ്കിൾ എന്നെ കൈവിട്ട് കളയരുത്. അങ്കിൾ കൂടി എന്നെ കൈവിട്ടാൽ
എനിക്ക് പിന്നെ ഒരു മാർഗവുമില്ല. വസുന്ധര ആൻറ്റി ഇപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല, എൻ്റെ ഫോൺ പോലും എടുക്കുന്നില്ല. എങ്കിൽ ഞാനിപ്പോൾ 2 കോടിയല്ലേ അങ്കിളിനോട് ചോദിച്ചത്, അത് തരണ്ട, 1 കോടി മാത്രം തന്നാൽ മതി എന്ന് പറയുമ്പോൾ CKC വീണ്ടും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോക്കറ്റിൽ കൈയിട്ട് അതിൽ നിന്നും ഒരു 100 രൂപ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, നിന്നെ കാണുമ്പോൾ എനിക്കിപ്പോൾ നല്ല പാവം തോന്നുന്നുണ്ട്, നിന്നെ കാണുമ്പോൾ എനിക്കിപ്പോൾ സഹതാപമാണ് തോന്നുന്നത്, നിന്റെ യോഗ്യതക്കനുസരിച്ച് നിനക്ക് ഈ പൈസയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ശിവാനിയുടെ കയ്യിലേക്ക് ഒരു 100 രൂപ അങ്ങ് വെച്ചു കൊടുക്കണം. CKC പരിഹസിച്ചുകൊണ്ട് ശിവാനിയെ പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരി ആ നിധിയാണ്, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കാണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കണ്ടും കൊണ്ടാണ് നിധി അവിടേക്ക് വരുന്നത്. അങ്ങനെ ശിവാനിയുടെ അടുത്തേക്ക് നിധി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടി CKCയും നീയും തമ്മിൽ സംസാരിച്ചത്, എന്തിനാണ് ഇപ്പോൾ നീ അയാളെ കാണാൻ വേണ്ടി വന്നത്, അയാളെ പോലെയുള്ളവരുമായി കൂട്ടുകൂടിയിട്ടാണ് നിന്റെ ജീവിതം ഇപ്പോൾ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത് എന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പറയും, നീ ഇനി ഒരക്ഷരം പോലും മിണ്ടിപ്പോവരുത്, എൻ്റെ ജീവിതം ഇന്ന് ഈ നിലയിലെത്താൻ കാരണക്കാരി നീയാണ്, ഇപ്പോൾ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു, ആദ്യം നീ പോയി സ്വയം നേരാവാൻ നോക്കോ. നിധി പറയണേ, ഞാൻ എന്താടി നിന്നോട് ചെയ്തത്, ഞാൻ എങ്ങനെയാടി നിന്റെ ജീവിതം തകർത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് എനിക്ക് അറിയില്ലേ, നീ കാരണമല്ലേ ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത് നീ എല്ലാവരെയും അറിയിച്ചത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇന്ന് ഈ അവസ്ഥ വന്നത്, എല്ലാം നീ കാരണമാണ് എന്ന് പറയുമ്പോൾ ഞാൻ കാരണമാണ് ഇപ്പോൾ നീ ഇവിടെ നിൽക്കുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ജയിലിനകത്തായതിനെ അമ്മാവനെ ഓർത്തിട്ട് മാത്രമാണ് നിന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടാതിരുന്നത് പറയുമ്പോൾ ഇതിലും ഭേദം ജയിൽ തന്നെയായിരുന്നു, ഇപ്പോൾ എനിക്ക് ഒരാളുടെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ജയിലിലായിരുന്നെങ്കിൽ ആരുടെയും മുഖം കാണേണ്ടിയിരുന്നില്ല, എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല, എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി നീ തന്നെയാണ്, നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. നിധി പറയണേ, നീ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്, നിന്നെയും പ്രണവിനെയും വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി നിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗൗതമിനോട് സംസാരിക്കുന്നതും ഞാനും ഗൗതമും ഇപ്പോൾ ചെറുതായിട്ട് പ്രശ്നമുണ്ടാകുന്നതും എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചു, നീ വേറെ ആരുടെങ്കിലും ഇങ്ങനെയുള്ള പച്ചക്കള്ളം പോയി പറയടി, എന്നെയും പ്രണവിനെയും പിരിച്ചതും പോരാ എന്നിട്ടിപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്നു എന്നോ, നീ ഇത് വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞോ, ഞാനിതൊന്നും കേട്ട് വിശ്വസിക്കില്ല, പിന്നെ നീ ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, നീ അത് സംസാരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീയാണ് എന്നെ പ്രണവിൽ നിന്നും അകറ്റിയത്, അതുകൊണ്ട് നീ തന്നെ വേണം എന്നെയും പ്രണവിനെയും ഒരുമിപ്പിക്കാൻ, അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഞാൻ തകർത്ത് കളയും, എനിക്ക് ഞാൻ ഒരാഴ്ചത്തെ സമയം തരും, അതിനുള്ളിൽ എന്നെയും പ്രണവിനെയും നീ ചേർത്തിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന അതേ അവസ്ഥ നിനക്കും വരും, നിന്നെയും ഗൗതമിനെയും മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് കിട്ടാത്തതൊന്നും നിനക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ നിന്റെ ഈ സ്വഭാവത്തിനനുസരിച്ച് നിനക്ക് ഒന്നും കിട്ടില്ലടി, നീ ഇപ്പോൾ ഉള്ളതിനേക്കാളും മോശമായ അവസ്ഥയിലേക്കാണ് നിന്റെ ഈ സ്വഭാവം വെച്ച് നീ പോവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതും പോരാ എന്നിട്ടിപ്പോൾ എന്നെ ശപിക്കാൻ വേണ്ടി നോക്കുന്നോടി എന്ന് പറഞ്ഞുകൊണ്ട് ശിവാനി നിധിയുടെ കരണം നോക്കി പൊട്ടിക്കാൻ നോക്കുമ്പോഴത്തേക്കും നിധി അങ്ങ് തടയുകയാണ്. എന്നിട്ട് നിന്റെ ഈ അഹങ്കാരം മര്യാദക്ക് നിർത്തിക്കോ, അതാണ് നിനക്ക് നല്ലത്, അല്ല എന്നുണ്ടെങ്കിൽ നീ നശിച്ചു പോവും എന്ന് പറയുമ്പോൾ നീ എന്നെ നന്നാക്കാനും നീ എന്നെ ഉപദേശിക്കാനും ഒന്നും വരണ്ട, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ മനസമാധാനത്തോടു കൂടി ജയിച്ചു എന്ന് കരുതി നീ ജീവിക്കേണ്ട, നിന്റെ ജീവിതം ഞാൻ തകർക്കുകയും നിന്നെയും ഗൗതമിനെയും മനസമാധാനത്തോടു കൂടി ജീവിക്കാനും ഞാൻ സമ്മതിക്കില്ല, പിന്നെ നിന്റെ അനിയനും നിന്റെ അമ്മയും എൻ്റെ വീട്ടിലാണ് ജീവിക്കുന്നത്, എന്നോട് ചെയ്ത ദ്രോഹത്തിന് അവരാണ് അനുഭവിക്കാൻ പോകുന്നത്, അവരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറയട്ടോ. അപ്പോൾ നിധി പറയണേ, നീ ഒന്നും എൻ്റെ അമ്മയെയും അനിയനെയും ചെയ്യാൻ പോകുന്നില്ല, അതിന് നിന്നെ കൊണ്ട് കഴിയുകയുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ശിവാനി നിധിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ശിവാനി നിധിയുടെയും ഗൗതമിൻ്റെയും ജീവിതം തകർക്കും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് ശിവാനി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടും കൊണ്ട് അശോകൻ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിധി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അശോകനെ കാണുമ്പോൾ അമ്മാവ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഞാനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു നിധി, നീ അവളെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, അവളൊന്നും ഒരിക്കലും നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കാതെ നിന്നെ കുറ്റപ്പെടുത്താനാണ് അവൾ ശ്രമിക്കുന്നത്, അവരൊരിക്കലും അവരുടെ തെറ്റ് മനസ്സിലാക്കി ജീവിക്കാനൊന്നും പോകുന്നില്ല നിധി, നീ നിന്റെ കാര്യം നോക്കുക. അങ്ങനെയല്ല അമ്മാവ, ശിവാനി ഒന്നും മനസ്സിലാക്കാതെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും പറയുന്നതും, പ്രണവിന് രണ്ടാമത്തെ വിവാഹം തീരുമാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കാരണം പ്രണവിനെ ശിവാനി ചതിച്ചതോടുകൂടി പ്രണവ് ഇപ്പോൾ എല്ലാ ദിവസവും മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, ആ അവസ്ഥ കണ്ട് അവിടുത്തെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമം വന്നിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞപ്പോൾ അശോകൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്.